എപ്പിസോഡിൽ പേരയ്ക്കയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മധ്യ അമേരിക്കയാണ് പേരയ്ക്കയുടെ ജന്മസ്ഥലം. അധികം ശ്രദ്ധയോ പരിചരണമോ കൂടാതെ വളരുന്ന ഒരു വൃക്ഷമാണിത്. ഇതിൻ്റെ ഫ്രൂട്ടിന് 4 മുതൽ 12 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ട്. ഇത് ഉരുണ്ടിട്ടോ ഓവൽ ഷേപ്പിലോ കാണുന്നു. പച്ചയ്ക്ക് പച്ച നിറമാണ്. പഴുത്തു കഴിഞ്ഞാൽ ഒരു ഇളം മഞ്ഞ നിറമായിട്ടാണ് ഇത് കാണുന്നത്. ഏതൊക്കെ ഭാഗമാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇല ഉപയോഗിക്കാം, ഫലം ഉപയോഗിക്കാം, വേരുപയോഗിക്കാം. ഇത് കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഇന്ത്യ, ക്യൂബ, ബ്രസീൽ, മെക്സിക്കോ, പെറു, അൾജീരിയ, ശ്രീലങ്ക, ബർമ്മ, ഇസ്രായേൽ. ഇന്ത്യയിൽ കൂടുതലായിട്ട് ബീഹാറിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും കാണുന്നു. ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നു, പ്രമേഹത്തെ കുറയ്ക്കുന്നു, ദഹനത്തെ വർദ്ധിപ്പിക്കുന്നു, ഹൃദയ ആരോഗ്യത്തെ ഉണ്ടാക്കുന്നു, അമിത വണ്ണത്തെ കുറയ്ക്കുകയും വിരശല്യം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് ഡിസ്മെനൂറിയ, അതായത് നമ്മൾ ആർത്തവ സംബന്ധമായ വയറുവേദന ഉള്ളവർക്ക് ഇത് പേരയ്ക്ക ഉത്തമമാണ്. ഗർഭിണികൾക്കും ഉത്തമമായിട്ട് കാണുന്നു. ത്വക്കിന് വളരെ ഉത്തമമാണിത്. മുലപ്പാലിനെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇതിന് ക്യാൻസറിന് ചെറുക്കാനുള്ള ആൻറ്റി ക്യാൻസർ ഗുണങ്ങൾ ഉള്ളതായിട്ട് കാണുന്നു. ഇനി ഒറ്റമൂലി പ്രയോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രമേഹത്തിൽ മൂക്കാത്ത പേരയ്ക്ക ഒരു രാത്രി വെള്ളത്തിൽ അതിങ്ങനെ ചതച്ച് ഇട്ട് പിറ്റേ ദിവസം അത് മൂടി വയ്ക്കണം. എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് ആ വെള്ളം കുടിക്കുന്നത് പ്രമേഹം കൺട്രോൾ ചെയ്യാൻ ഉത്തമമായിട്ട് പറയുന്നുണ്ട്. മലബന്ധത്തിന് ഉത്തമമാണ്. പേരയില കഷായം കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും പ്രമേഹത്തെ കുറയ്ക്കുകയും ചെയ്യുന്നു. പേരയില ചായയായിട്ട് ഉപയോഗിക്കുന്നത് അസിഡിറ്റിയെ കുറയ്ക്കുന്നു, മലബന്ധത്തെ ഇല്ലാതാക്കുന്നു. താരൻ, മുടി പൊട്ടുക, കൊഴിച്ചിൽ ഇവയെയൊക്കെ ശമിപ്പിക്കുന്നതാണ് ഈ പേരയില കൊണ്ട് നമ്മൾ പേരയില തിളപ്പിച്ച് തല കഴുകുന്നത്. പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് തല കഴുകുന്നത് മുടിയുടെ വളർച്ചയെ ഏറെ സഹായിക്കുന്നതാണ്. ഇനി അമിതമായ തലയിൽ ചൂട് ഉണ്ടാവുക, ഭയങ്കര ഉത്കണ്ഠയൊക്കെ ഉള്ളവർക്ക് പേരയിലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് തല കഴുകുന്നത് ഉത്തമമാണ്. വായ്പുണ്ണുള്ളവർക്ക് പേരയുടെ ഇല അല്പം മഞ്ഞളും കൂടി ചേർത്തിട്ട് കുറുന്തോട്ടിയും ഇടുക. അല്പം കുറുന്തോട്ടിയും ചേർത്ത് അതൊരു കഷായം പോലെ ഉണ്ടാക്കിയിട്ട് വായിൽ കവിൾ കൊള്ളുന്നത് വായ്പുണ്ണ് ശമിക്കാനായിട്ട് സഹായിക്കും. മുഖത്തെ കറുത്ത പാടുകൾ പോകാനായിട്ട് തളിരിലയും തൈരും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അല്പം ചെറുപയറിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് അത് ഒരുമിച്ച് ചേർത്ത് അരച്ചിട്ട് മുഖത്ത് തേക്കുന്നത് ഉത്തമമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ വിറ്റമിൻ എ, സി, ബി, ഫൈബർ, മിനറൽസ്, അതുപോലെ തന്നെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഇതിനുണ്ട്. ആൻറ്റി ഓക്സിഡൻ്റാണ് ഈ ഫ്രൂട്ട്. നമ്മുടെ വീട്ടിൽ ഒക്കെ ഉള്ള സുലഭമായിട്ട് കാണുന്നതാണ്. ഇതൊക്കെ നന്നായിട്ട് കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക.